വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഓസ്തിയും വീഞ്ഞും ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട് തിരുവോസ്തി മാംസകഷ്ണങ്ങളായി മാറുന്നു എന്ന കാഴ്ച. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ വരും, ഇത് എന്താണ്, ഇതിൻ്റെ പുറകിലുള്ള സത്യാവസ്ഥ എന്താണെന്നൊക്കെ. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുള്ള ഉത്തരവായിട്ട് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഫാദർ ജോസഫ് കൊല്ലാറയാണ്. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ അച്ഛാ. അച്ഛാ, ഇപ്പം ഇത്തരം കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണ്? സഭയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പം ഇങ്ങനെ അനേകായിരം സംഭവങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈശോയുടെ ഈ തിരുവോസ്തി മാംസമായി മാറി, വീഞ്ഞ് തിരുരക്തമായി മാറിയ സംഭവം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് AD 750 ഇറ്റലിയിലെ ലൻഷാനോ എന്ന സ്ഥലത്ത് ഒരു യുവ വൈദികൻ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെറിയ സംശയമുണ്ടായി, ശരിക്കും ഈശോ സന്നിഹിതനാണോ. അപ്പോൾ ആ തിരുവോസ്തി കട്ടി പ്രാപിക്കുക, മാംസ രൂപം പ്രാപിക്കുകയും ചെയ്തു. വീഞ്ഞ് 3-5 രക്തത്തുള്ളികളായിട്ട് മാറിയതായിട്ടാണ്. അത് സ്ഫടിക പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് 1971 പോൾ 6 മാർപ്പാപ്പ വിവിധതരം കമ്മീഷനെ വയ്ക്കുകയും ശാസ്ത്രീയമായിട്ടത് പരിശോധിക്കുകയും ചെയ്തു. പിന്നെ 1983 യൂണിവേഴ്സിറ്റി ഓഫ് സിയന്നയുടെ നേതൃത്വത്തിൽ വീണ്ടും ശാസ്ത്രീയ പരീക്ഷണം നടത്തി. അതൊരു ഹ്യൂമൻ ബോഡിയുടെ പാർട്ടിക്കിളാണെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടു. പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 150 മാസങ്ങൾ ഏകദേശം 500ഓളം പരീക്ഷണം നടത്തി. ആൻഡ് ബിയോണ്ട് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലേക്കാണ് അവർ പറഞ്ഞത്. എപ്പോഴും ഹ്യൂമൻ പാർട്ടിക്കിൾ AB പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ് അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നടന്നിട്ടുണ്ട്. ഒത്തിരി സ്ഥലത്ത് വളരെയേറെ ആയിരക്കണക്കിന് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 100-ൽ ശിഷ്ടം സംഭവങ്ങളെ സഭ അംഗീകരിച്ചിട്ടുമുണ്ട്. ഇനി വലിയ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ കുർബാനയിലെ വലിയ അത്ഭുതം അഞ്ചൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈശോയുടെ ശരീരരക്തമായി ഓസ്തിയും വീഞ്ഞും മാറുന്നു. അത് മഹത്വീകരിക്കപ്പെട്ട ശരീരമായിട്ടാണ്, ഗ്ലോറിഫൈഡ് ബോഡി എന്ന് പറയും, ഉത്ഥാനം ചെയ്ത ഈശോയുടെ ശരീരരക്തങ്ങളായിട്ട് മാറുന്നത്. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളെ നമ്മൾ അടയാളങ്ങൾ, സയൻസ് എന്നാണ് വിളിക്കുന്നത്. അത്ഭുതമായിട്ട് കാണുന്നതിനേക്കാൾ ചില അടയാളങ്ങളാണ്. അത് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കണം. അത് ഒരു സ്ഥലത്തുണ്ടായാൽ ഉടനെ ആളുകൾ അത് പൊതു ആരാധനയ്ക്ക് ഒരിക്കലും വയ്ക്കാറില്ല. കാരണം ആളുകൾ മനസ്സിലാക്കേണ്ട അതിലും വലിയൊരു അത്ഭുതം വിശുദ്ധ കുർബാനയിൽ നടക്കുന്നുള്ളതാണ്. അത് മനസ്സിലാക്കാതെ ഈ ഒരു അടയാളം സംഭവിക്കുമ്പോൾ അതിൻ്റെ പുറകെ ഓടുന്ന ആ പ്രവണത, അത് ഒരു പബ്ലിക് വർഷിപ്പ് അഥവാ പൊതു ആരാധനയ്ക്ക് അങ്ങനെ കൊടുക്കാൻ അത് സമ്മതിക്കുന്നില്ല, സഭ സമ്മതിക്കുന്നതല്ലത്. മറിച്ച് ഇങ്ങനൊരു അടയാളം സംഭവിച്ചാൽ ആ സ്ഥലത്തെ ബിഷപ്പ് അത് പെട്ടെന്ന് അത് അന്വേഷിക്കും. പിന്നീട് അത് വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഡിക്കാസ്റ്ററി ഓഫ് ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് റോമിലേക്ക് അത് റെഫർ ചെയ്യും. അതിനുശേഷം അത് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കും. ഇതുണ്ടായ വ്യക്തിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് സഭ ഇത് അംഗീകരിക്കും. എന്നിരുന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്. ഇങ്ങനൊരു അടയാളം ഉണ്ടായ ഉടനെ അത്ഭുതമായിട്ട് ആ വ്യക്തിയെ പോയി തൊട്ട് വണങ്ങുക, അങ്ങനെ അതൊന്നും സഭ അത് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളെ അല്ല. മറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് ഈശോയുടെ ശരീരവും രക്തവുമായിട്ട്, ഉദ്ധിത ശരീരവും രക്തവുമായിട്ട്, ഗ്ലോറിഫൈഡ് ബോഡിയായിട്ട് എല്ലാ വിശുദ്ധ കുർബാനയിലും ഇത് മാറുന്നുണ്ടെന്നുള്ള അത് വിശ്വാസത്തിൻ്റെ കണ്ണിൽ കാണേണ്ടതാണ്. അത് മറന്നു പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഓക്കെ അച്ഛാ, ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ സഭ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അച്ഛൻ പറഞ്ഞൊരു പ്രക്രിയ എന്താണ്? ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സഭ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇങ്ങനെ പ്രക്രിയ ഉണ്ടായ സാധാരണഗതിയിൽ അത് രൂപതയിലേക്ക് ഇത് മാറ്റും. ഇങ്ങനെ സംഭവിച്ച ഈ മാംസമാണെങ്കിൽ എന്താണ്, അത് മാറ്റിയതിന് ശേഷം അത് ചില അവസരങ്ങൾ അത് കുറേ നാൾ അവിടെ വയ്ക്കും. അതിനെന്തെങ്കിലും ഭേദം വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി, മാറ്റം വരുന്നുണ്ടോ. പിന്നീട് അത് തീർച്ചയായിട്ടും അത് സഭ അംഗീകരിക്കുന്നതാകണമെങ്കിൽ അത് പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ റോമിലേക്ക് അത് ആ റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കും. പിന്നെ റോം അത് ദ ഡിക്കാസ്റ്ററി ഓഫ് ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന കാര്യാലയം അത് അന്വേഷിച്ച് ഒത്തിരി മെഡിക്കൽ ശാസ്ത്രീയമായ ഒത്തിരി പരിശോധന നടക്കണം. അതിനുശേഷം മാത്രമേ അത് ഒഫീഷ്യലി അംഗീകരിക്കത്തുള്ളൂ. എങ്കിലും ഒരു അടയാളമായിട്ടാണ്. അങ്ങനെ ചില സ്ഥലങ്ങളിലുണ്ട്. ലാൻസിയാനോ ഉണ്ട്, ബോൾസേനോ എന്ന സ്ഥലത്തുണ്ട് ഇറ്റലിയിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് അത്. പക്ഷേ അത് വളരെ ചുരുക്കമാണ്. അച്ഛൻ പറഞ്ഞു ഇത്തരം അടയാളങ്ങൾ, അതിൻ്റെയൊക്കെ കാരണം എന്തായിരിക്കും? അത് ചിലപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കൊറോണ വൈറസ് ഒക്കെ വന്നു, മനുഷ്യന് വിശുദ്ധ കുർബാനയിൽ നിന്നൊക്കെ കുറച്ച് പേര് അകന്നു പോയിട്ടുണ്ട്. ഒപ്പം വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തെ ചിലപ്പോൾ സംശയിക്കാം. പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ യുക്തിയൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ യുക്തിയിൽ നമ്മൾ ചിന്തിക്കുമ്പം എങ്ങനെയാണ് ഒരു ശരീരമായിട്ട് ഈശോ വരുന്നത്,
അപ്പോൾ അങ്ങനെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകും. ഒരുപക്ഷെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി, ഒരു സന്ദേശം മനുഷ്യർ കൊടുക്കാൻ വേണ്ടി ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് വരാം. അതിനെ ഒരു അടയാളമായിട്ട് കാണുകയും അതിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഒരുപക്ഷെ ഈ അടയാളം നമ്മളെ സഹായിച്ചേക്കാം. അങ്ങനെ കാലാകാലങ്ങളിൽ മെസ്സേജ് നൽകാൻ വേണ്ടി ആകാം എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇതൊരു വലിയ അത്ഭുതമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. അത് സഭ സ്ഥിരീകരിച്ചാലും ഇതിലും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അച്ഛാ, ഇത് തിയോളജി പരമായിട്ട് ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു? ദൈവശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ ദൈവം മനുഷ്യനായി അവതരിച്ചു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അല്ലേ? ഇൻകാർണേഷൻ എന്ന് പറയും, മനുഷ്യാവതാരം. അതൊരിക്കൽ നടന്നു, അല്ലേ? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായ ആ ഈശോ, അല്ലേ, പിന്നീട് തൻ്റെ മരണോത്ഥാനങ്ങളിലൂടെ സ്വർഗാരോഹണം കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. ഇനി ഒരിക്കൽ ഈശോയ്ക്ക് വീണ്ടും ഒരു മനുഷ്യനായി പച്ചയായ മാംസം ധരിച്ച് മനുഷ്യനായിട്ട് അവതരിക്കുക സാധ്യമല്ല. ഹിന്ദു പുരാണത്തിൽ എപ്പോഴും അവതാരങ്ങളുണ്ട്, അല്ലേ? അധർമ്മം വരുമ്പോൾ എല്ലാം ദൈവം അവതരിക്കും. പക്ഷെ നമ്മുടെ ദൈവശാസ്ത്രപരമായിട്ട്, ക്രിസ്തീയ ദൈവശാസ്ത്രം അനുസരിച്ച് ഒരു അവതാരമേ ഉള്ളൂ. അത് മനുഷ്യാവതാരം കഴിഞ്ഞു. അതുകൊണ്ട് ഈശോ ഇനിയും മനുഷ്യനായി വന്നു. പക്ഷെ എന്നിരുന്നാൽ ഈ അടയാളത്തിൽ ശാസ്ത്രീയമായിട്ട് തെളിയിക്കുമ്പം ഇത് സംഭവിച്ചതെല്ലാം ഹ്യൂമൻ ബോഡിയുടെ പാർട്ടിക്കിളായിട്ട് തന്നെയാണ് ശാസ്ത്രീയമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ദൈവശാസ്ത്രമായിട്ട് പറയുമ്പോൾ ഒരിക്കലും ഇനി ഈശോ വീണ്ടും ഒരു മനുഷ്യനായിട്ട് അവതരിക്കുകയില്ല. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എന്തെങ്കിലും സന്ദേശങ്ങൾ നൽകാൻ വേണ്ടിയുള്ള അടയാളങ്ങളായിട്ട് ഇതിനെ കാണുന്നതായിരിക്കും ബുദ്ധി. അച്ഛാ, ലോകത്തിൽ പലയിടങ്ങളിലും ഇത്തരം അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പം അതിനകത്ത് ബ്ലഡ് സാമ്പിൾ പരിശോധിക്കുമ്പം എല്ലാം ഒരേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ ആ പ്രസ്താവന അല്ലെങ്കിൽ ആ പ്രസ്തുത നമ്മുടെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ബലം കൊടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ അടയാളം ദൈവം അനുവദിക്കുമ്പോൾ ഒരു സന്ദേശം കൊടുക്കാനാണ്. ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ മനുഷ്യന് ഈ ഒരു കാര്യത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനാണ്. അപ്പോൾ ഇപ്പോൾ ഈവൻ തിരുക്കച്ചയിലുള്ള രക്തത്തിൻ്റെ സാമ്പിൾ ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും AB പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ് വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു വ്യക്തിയുടെ തന്നെയാണെന്നുള്ളതും അതുപോലെ തന്നെ മനുഷ്യന് ഇത് വിശ്വാസം വർദ്ധിപ്പിക്കാനും അത് കാരണമായിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞതെല്ലാം നമുക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്നും നടക്കുന്ന വിശുദ്ധ കുർബാന എന്ന മഹാ അത്ഭുതത്തെ നമുക്ക് കൺകുളിർക്കെ കാണാം. അതുപോലെ തന്നെ ബാക്കിയുള്ളവയെല്ലാം അതിലേക്ക് നയിക്കുന്ന അടയാളങ്ങൾ മാത്രമാണെന്നും നമുക്ക് മനസ്സിലാക്കാം.